ലൈഫിന്റെ 122ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ജോർജ് ജേക്കബ് ബ്രദറാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇന്ന് നമ്മുടെ വിഷയം നമുക്കും വേണ്ടേ ഉത്സവങ്ങളും ആഘോഷങ്ങളും എന്നുള്ളതാണ്. പലപ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മൾ ഏത് ഡിഗ്രി വരെ അല്ലെങ്കിൽ ഏത് തലം വരെ നമുക്ക് ആ ആഘോഷങ്ങളുടെ ഭാഗമായി തീരാമെന്ന്. നിങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു സംഘർഷത്തില് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സംഘർഷത്തെ എങ്ങനെ ബൈബിളിന്റെ അടിസ്ഥാനത്തില് സമീപിക്കാം, അഭിമുഖീകരിക്കാം, അതിനെ മറികടക്കാം, ഒരു സൊല്യൂഷൻ അതിന് കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുവാനായിട്ടും കേൾക്കുവാനായിട്ടും പോകുന്നത്. അതിനായിട്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ലൈഫിന്റെ ഒരു എപ്പിസോഡ് കൂടെ ഇവിടെ നടക്കാൻ ദൈവം കൃപ നൽകുന്നവർക്ക് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നമുക്കും വേണ്ടേ ഉത്സവങ്ങളും ആഘോഷങ്ങളും. ക്രൈസ്തവ വിശ്വാസം ആരംഭിച്ചത് മുതൽ ആളുകൾക്കുള്ള ചോദ്യമാണ് ആഘോഷങ്ങളോട് നാം എന്ത് സമീപനം സ്വീകരിക്കണമെന്നുള്ളത്. പല ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുണ്ട്. പരിപൂർണമായ ഒരു അഭിപ്രായ ഐക്യം ഈ വിഷയത്തിൽ വിശ്വാസികളുടെ ഇടയിൽ ഇല്ല. എന്നെ കേൾക്കുന്ന നിങ്ങളും ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉള്ള ആളുകളായിരിക്കും. ക്രിസ്തീയവും അക്രൈസ്തവുമായ അനവധി ആഘോഷങ്ങളുണ്ട്. പ്രാദേശികമായും ഏറെക്കുറെ ലോകവ്യാപകമായും അങ്ങനെ പല നിലകളിൽ ആഘോഷിക്കുന്ന ആഘോഷങ്ങളുമുണ്ട്. ക്രൈസ്തവർ പൊതുവെ അംഗീകരിച്ചിട്ടുള്ളതും ലോകവ്യാപകമായി ആഘോഷിക്കുന്ന മറ്റ് ആഘോഷങ്ങളോടും അതുപോലെ തന്നെ ക്രിസ്തീയതയുമായി ബന്ധമില്ലാത്ത ആഘോഷങ്ങളോടും നാം എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, ദൈവവചനപ്രകാരം എന്ത് കാഴ്ചപ്പാടിലാണ് നാം പോകേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളോടും മറ്റ് കാര്യങ്ങളോടും നമ്മൾ പുലർത്തേണ്ടുന്ന മനോഭാവം എന്താണ് എന്നതാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആഘോഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ നാം ആമുഖമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളുണ്ട്, അതുപോലെ തന്നെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളും ഉണ്ട്. ഇത് രണ്ടും നാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ശ്രദ്ധയോടുകൂടി ഈ രണ്ട് കാര്യങ്ങളെയും, റിലീജിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവലിനെയും അതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള ഫെസ്റ്റിവലിനെയും നാം വിലയിരുത്തി മനസ്സിലാക്കിയിട്ട് വേണം അതിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. കൾച്ചറൽ ഫെസ്റ്റിൽ അല്ലെങ്കിൽ ഒരു നാം പറയുന്ന സാംസ്കാരികമായിട്ടുള്ളതായിരിക്കുന്ന ആഘോഷത്തിൽ റിലീജിയന്റെ ഭാഗമായിട്ടുള്ള വിശ്വാസം അതിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. പല ആഘോഷങ്ങളുടെയും പിന്നിലേക്ക് മതവിശ്വാസം നുഴഞ്ഞു കയറുകയും പിന്നീട് അത് ഒരു കൾച്ചറൽ ഫെസ്റ്റ് എന്നുള്ളതായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അത് മാറി ചിലപ്പോഴെങ്കിലും അതൊരു റിലീജിയസ് ഫെസ്റ്റ് ആയിട്ട് മാറാനുള്ളതായിരിക്കാൻ സാധ്യതയുണ്ട്. തിരിച്ച് സംഭവിക്കാം. ചില റിലീജിയസ് ഫെസ്റ്റുകൾ കാലങ്ങൾ കൊണ്ട് അതിന്റെ പിന്നിലെ ആശയങ്ങളും തത്വങ്ങളും ഒക്കെ വിസ്മരിക്കപ്പെട്ടിട്ട് അത് ഒരു കൾച്ചറൽ ഫെസ്റ്റ് എന്നുള്ളതായിരിക്കും നിലയിൽ മാറാനുള്ളതായിരിക്കാൻ സാധ്യതകളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ വിഷയത്തിൽ ഒരു ശരിയായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് എന്ന ഒരു ചിന്തയാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനായി ഉള്ളത്. ഈ ആഘോഷങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യന്റെ ലൈഫ് സ്റ്റൈൽ, മനുഷ്യന്റെ മനോഭാവങ്ങൾ, മനുഷ്യന്റെ പെരുമാറ്റം എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിർണയിക്കാനുള്ളതായിരിക്കുന്ന വലിയ സ്വാധീനം ഇവയ്ക്കുണ്ടെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ആഘോഷങ്ങൾ നാട്ടിൽ ആരംഭിക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ വ്യത്യാസങ്ങൾ ആളുകളുടെ ജീവിതങ്ങളിലും തയ്യാറെടുപ്പുകളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ ഒരു തെളിവാണ്. യഹൂദന്മാരായ ആളുകളെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവർക്ക് ആഘോഷ നാളുകൾ അടുത്ത് വരുമ്പോൾ അവർക്ക് കൊണ്ട് ഒത്തിരി ഒരുക്കങ്ങളുണ്ടായിരുന്നു. അവരുടെ വീട് സ്ഥലങ്ങൾ അവർ വൃത്തിയാക്കും, തങ്ങളെ തന്നെ അവർ വിശദീകരിക്കും, ദേവാലയത്തിൽ പോകാനുള്ള ക്രമീകരണങ്ങൾ നടത്തും. അതുപോലെ യാഗം അർപ്പിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പെസഹ പോലെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ യാഗാർപ്പണങ്ങളുണ്ട്. അതിന് മാസങ്ങൾക്ക് മുന്നമേ അല്ലെങ്കിൽ ഏതാനും നാളുകൾക്ക് മുന്നമേ തന്നെ യാഗമൃഗത്തെ ഒരുക്കി നിർത്തും, അതിനെ നിരീക്ഷിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വിശ്വാസത്തിന്റെയും അവരുടെ ആചാരത്തിന്റെയും ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് തീർച്ചയായിട്ടും പറയാനായി സാധിക്കും. അപ്പൊ നമുക്ക് ഈ വിഷയത്തിൽ ഒന്നാമത് ചിന്തിക്കാനായിട്ടുള്ളത് യഹൂദന്മാരെ കുറിച്ച് തന്നെയാണ്. യഹൂദന്മാർക്ക് ധാരാളം ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ആഘോഷങ്ങൾക്ക്
അവരുടെ ചരിത്രം, അവരുടെ വിശ്വാസം, ദൈവം നൽകിയ തിരുവെഴുത്ത്, ഇവയുമായി വളരെ ബന്ധവും പ്രസക്തിയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നുള്ളതായിരിക്കുന്ന പല ആഘോഷങ്ങളെ പോലെ മറ്റ് വിജാതീയ സമൂഹങ്ങളിൽ നിന്നും കടമെടുത്ത് യഹൂദവൽക്കരിച്ച ആഘോഷങ്ങളായിരുന്നില്ല അവരുടേത്. പിന്നെയോ സ്വർഗത്തിലെ ദൈവം തന്നെ അവർക്ക് ചില വിശ്വാസ സത്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ദൈവത്തിന്റെ വചനം, ന്യായപ്രമാണം അവർക്ക് നൽകി, അതിനുശേഷം അതിലൂടെ കൽപ്പനകളും ആലോചനകളും നൽകി, അങ്ങനെ ദൈവം തന്നെ അവർക്ക് സ്ഥാപിച്ചു കൊടുത്ത ആഘോഷങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാണ് അവർ ചെന്ന് താമസിക്കാനായിട്ട് പോകുന്ന സ്ഥലത്തെ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളോട് പ്രത്യേകം പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ ചെല്ലുന്ന ദേശത്തെ ആചാരമര്യാദകളും അവരുടെ കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവിടെയുള്ള എല്ലാ ആളുകളെയും നിർമ്മൂലമാക്കി കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കനാൻ ദേശത്തുണ്ടായിരുന്ന വിജാതീയരായ ആളുകളെ കൊന്നുകളഞ്ഞതിന്റെ പിന്നിൽ പല കാരണങ്ങളും പല ചരിത്രങ്ങളും നമുക്ക് പറയാനായിട്ട് സാധിക്കുമെങ്കിലും ഒരു കാരണം എന്ന് പറയുന്നത്, അവരിൽ നിന്നും ഇസ്രായേൽ ജനം അഥവാ ദൈവത്തിന്റെ ജനം വിജാതീയമായ ആശയങ്ങളെയോ അവരുടേതായിട്ടുള്ളതായിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളെ കടമെടുക്കാനോ ഉൾക്കൊള്ളുവാനോ ഉള്ളതായിരിക്കുന്ന അനുവാദം അവർക്കുണ്ടായിരുന്നില്ല എന്നത് കൊണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദൈവജനത്തിന്റെ ഇടയിൽ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ളതായിരിക്കുന്ന ആഘോഷങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല എന്ന് ദൈവത്തിന്റെ തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ ആ നിലയിൽ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ദൈവജനത്തിന്റെ വിശുദ്ധിയെയും ദൈവജനത്തിന്റെ വേർപാടിനെയും, പൊതുവിൽ പറഞ്ഞാൽ അവരുടെ ഐഡന്റിറ്റിയെ അഥവാ അവരുടെ വ്യതിരിക്തതയെ ബാധിക്കുന്ന കാര്യങ്ങളായിരുന്നു ഈ ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം. അപ്പൊ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവർക്ക് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തന്റെ വചനത്തിലൂടെ അവർക്ക് നൽകിയതായി നമുക്ക് പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കാണാവുന്നതാണ്. ലേവ്യ പുസ്തകം 23-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും ആവർത്തന പുസ്തകം 16-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോഴും ഒക്കെ അവിടെ യഹൂദന്മാരുടെ പെരുന്നാളുകളെ കുറിച്ചും ഉത്സവങ്ങളെ കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം 23-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ അധ്യായത്തിലെ എല്ലാ വാക്യങ്ങളിലൂടെ നമ്മൾ പോയാൽ അവിടെ യഹൂദന്മാർക്കുണ്ടായിരുന്ന ഉത്സവങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ആചാരക്രമങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും എന്ന് ചിന്തിക്കുന്നു. 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് പെസഹ ആചരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 1-ാം മാസം 15-ാം തീയതി, അതായത് ഈ പെസഹ അറക്കുന്നതിന്റെ തൊട്ടു പിറ്റേ ദിവസം 15-ാം തീയതി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അവർ ആചരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്, ചില നാളുകൾ കൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ ഈ പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും ഏകദേശം ഒരു പെരുന്നാളായിട്ട് തന്നെ മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, പെസഹയുടെ അപ്പം തയ്യാറാക്കുന്നത് പുളിപ്പില്ലാത്ത അപ്പം കൊണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെസഹയുടെ തലേദിവസം മുതൽ അവിടെ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടായിരിക്കണം. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറഞ്ഞുകൊണ്ട് പെസഹയുടെ പിറ്റേ ദിവസം ഒരു പെരുന്നാൾ ആചരിക്കുമ്പോൾ അതിന് അത്രത്തോളം പ്രസക്തി ആ നിലയിൽ ഇല്ല. കാരണം നേരത്തെ മുതലേ അവർ പുളിപ്പില്ലായ്മ കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോരുന്നത്. അല്ലെങ്കിൽ 2 ദിവസം മുൻപേ തന്നെ അവർ പുളിപ്പില്ലാത്ത വസ്തുക്കളും കാര്യങ്ങളുമാണ്, മാവാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറൊരു ഉത്സവമായിട്ട് അതിനെ കാണേണ്ടതായിട്ടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവരും, അതുകൊണ്ട് അതൊരു ഒരേ ഉത്സവമായിട്ട് കാണുന്ന ആളുകളും ഉണ്ട്. എന്നാൽ രണ്ടായിട്ട് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇനി ഈ പെസഹയെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും പെസഹയെ കുറിച്ചും എല്ലാം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം അതിനെല്ലാം ഒരു പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥമുണ്ടായിരുന്നു. അത് വളരെയധികം അർത്ഥങ്ങൾ അതിൽ ആ നിലയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പാപമോചനം, വീണ്ടെടുപ്പ്, അടിമത്തത്തിൽ നിന്നുള്ള മോചനം, വിശുദ്ധി, പുതുജീവിത ആരംഭം എന്നിവയെല്ലാം അതിനകത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഉത്സവങ്ങളുടെ എല്ലാം ആരംഭ ദിനവും അവസാന ദിനവും എന്നൊക്കെ പറയുന്നത് അവർക്ക് വിശുദ്ധ ശബ്ദത്തായിരുന്നു. അന്ന് വിശുദ്ധ സഭായോഗം ഉണ്ടായിരുന്നു, ഹോളി ഗാദറിംഗ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി ദിനങ്ങളിൽ, ഈ ഉത്സവത്തിന്റെ ബാക്കി ദിനങ്ങളിലാണെങ്കിൽ അവർക്ക് യാഗ അർപ്പണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇസ്രായേൽ മക്കളുടെ ആഘോഷങ്ങളെ നമ്മൾ നോക്കിയാൽ അവരുടെ വിശ്വാസവുമായും അവരുടെ അടിസ്ഥാന നിയമങ്ങൾ അടങ്ങിയ ദൈവവചനവുമായും തിരുവെഴുത്തുമായും വളരെ ബന്ധം അവയ്ക്കെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. വീണ്ടും 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ ആചരിച്ചിരുന്ന അടുത്ത പെരുന്നാൾ നമ്മൾ കാണുന്നുണ്ട്. അത് ആദ്യഫല പെരുന്നാളാണ്, കൊയ്ത്തിന്റെ ആരംഭം ആണ്.
യവക്കൊയ്ത്ത് അല്ലെങ്കിൽ ഗോതമ്പ് അതുപോലുള്ളതായിരിക്കുന്ന സാധനങ്ങൾ കൊയ്യുവാനായിട്ട് ആരംഭിക്കുമ്പോഴുള്ള ആദ്യത്തെ കറ്റ കൊയ്യുമ്പോൾ അവർ ആ കറ്റയുമായി ദേവാലയത്തിലേക്ക് പോകും. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആഘോഷിക്കുന്ന ഒരു ആഘോഷമായിരുന്നു ആദ്യബല പെരുന്നാൾ എന്ന് പറയുന്നത്. വീണ്ടും ഈ ആദ്യബല പെരുന്നാൾ കഴിഞ്ഞാൽ അവർ 3 ആഴ്ചകളുണ്ട്. 3 ആഴ്ചകൾ എന്ന് പറയുമ്പോഴത്തേക്ക് 49 ദിവസം കഴിയും. അങ്ങനെ 50-ാമത്തെ ദിവസം അവർ അടുത്ത പെരുന്നാൾ ആഘോഷിക്കും. ആ പെരുന്നാളാണ് വാരോത്സവ പെരുന്നാൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് പെന്തക്കോസ്ത് പെരുന്നാൾ എന്നും പറയും. അപ്പോൾ 16-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഹാർവെസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് ഈ 3 ആഴ്ചകൾ കൊണ്ട് ഒരുപക്ഷെ അവരുടെ കൊയ്ത്തിന്റെ നല്ലൊരു പങ്കും കഴിയും. അങ്ങനെ ഹാർവെസ്റ്റ് സീസൺ കഴിഞ്ഞാൽ പിന്നെ ഫ്രൂട്ട്സ്, ഫലവർഗ്ഗങ്ങൾ കിട്ടാനായിട്ട് തുടങ്ങുന്ന സമയമാണ് ഈ ഏതാണ് പെന്തക്കോസ്ത് നാൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ സീസൺ മാറി വരികയാണ്. അവരുടെ തൊഴിലിന്റെയും അവരുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ ചില സീസൺസ് മാറി വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആഘോഷങ്ങളൊക്കെ അവരെ ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാം. എന്നാൽ ഈ ദിവസവും അവരെന്ത് ചെയ്യുമായിരുന്നു? അവർക്ക് വിശുദ്ധ സഭായോഗമുണ്ട്. ദൈവം അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നൊരു സമയമായിരുന്നു എന്ന് ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്. വീണ്ടും 24-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അടുത്ത പെരുന്നാൾ ഇസ്രായേൽ മക്കൾ ആഘോഷിക്കുന്നത്. 7-ാം മാസം 1-ാം തീയതി കാഹളധ്വനിയുടെ ജ്ഞാപക പെരുന്നാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേശത്തെമ്പാടും അവര് പല ട്യൂണിലുള്ള പല വലുപ്പത്തിലുള്ള കാഹളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവര് വലിയ ശബ്ദം മുഴക്കും. ആ ശബ്ദത്തിനൊക്കെ അർത്ഥവും പ്രാധാന്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് കാഹളധ്വനി പെരുന്നാൾ എന്ന് പറയുന്നത്. 27-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 7-ാം മാസം 10-ാം തീയതി മഹാപാപ പരിഹാര പെരുന്നാൾ ആണ് അവര് ആഘോഷിച്ചിരുന്നത്. അന്നാണ് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ തന്റെ ഔദ്യോഗികമായിട്ടുള്ള പൗരോഹിത്യ വേഷത്തിൽ, അതിന്റെ ഫുള്ളായിട്ടുള്ള സെൻസിൽ തന്നെ അവർ പൗരോഹിത്യ വേഷമൊക്കെ ധരിച്ച് ദേവാലയത്തിൽ കടന്നു ചെന്ന് ജനത്തിന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുന്നതായിട്ടുള്ള ആ ഒരു ദിവസമാണ് ഈ പറഞ്ഞ മഹാപാപ പരിഹാര ദിവസം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ആഘോഷത്തിന് ഒരു പ്രത്യേകതയുള്ളത്, മറ്റ് ആഘോഷങ്ങൾക്കെല്ലാം ഭക്ഷണം ധാരാളമായിട്ടുണ്ടെങ്കിൽ ഉപവസിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആഘോഷം ഈ പറയുന്ന മഹാപാപ പരിഹാര പെരുന്നാളാണ് എന്ന് നമുക്ക് കാണാം. അതിന്റെ മുഴുവൻ ഭാഗത്തല്ല, ചില ഭാഗങ്ങളിൽ അവർക്ക് ഉപവാസം വളരെ പ്രാധാന്യത്തോടു കൂടി അവരെ ആചരിച്ചിരുന്നു എന്നുള്ളതും നമുക്ക് അറിയാം. 34-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ 7-ാം മാസം അവർ മറ്റൊരു പെരുന്നാൾ ആചരിച്ചു. ഒരാഴ്ച അവർ ആചരിച്ചിരുന്ന പെരുന്നാളാണ്, അതാണ് കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത്. മരുഭൂമി പ്രയാണത്തിന്റെ ചരിത്രവും ഓർമ്മയും പേറിക്കൊണ്ടുള്ള ആ ഓർമ്മയെ ഉണർത്തുന്ന ഒരു ആഘോഷമായിരുന്നു കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത്. ഹാർവെസ്റ്റ് സീസൺ കഴിഞ്ഞായതുകൊണ്ട് ആളുകൾക്ക് ഒരുമിച്ച് കൂടാനുള്ളതായിരിക്കുന്ന സ്ഥലമുണ്ട്, സമയവുമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ വീട്ടിലും വീടിന് വെളിയിലും വീടിന്റെ ടെറസിലും ഒക്കെ കൂടാരങ്ങൾ അടിച്ച് അതിൽ അവർ ഒരാഴ്ച താമസിക്കും. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വായിച്ചത് ഇസ്രായേൽ മക്കൾ അവരുടെ കൃഷിയിടങ്ങളിലൊക്കെ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് കൂടാര പെരുന്നാൾ ആഘോഷം അവരത് വളരെ ഗംഭീരമായിട്ട് അവർ ആഘോഷിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കൂടാര പെരുന്നാളിനൊപ്പം പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ആചരിച്ച മറ്റൊരു ഉത്സവമാണ് ജോയ് ഓഫ് ദ ലോ എന്ന് പറയുന്ന ഒരു ആഘോഷം. അതിനെ അങ്ങനെ ദൈവം നേരിട്ട് സ്ഥാപിച്ചു കൊടുത്ത ഒരു ഉത്സവമല്ല, പിൽക്കാലത്ത് ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് കടന്നു വന്ന ഒരു ഉത്സവമാണ്. ആ ഉത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അന്ന് അവര് ന്യായപ്രമാണം പരസ്യമായും ഉറക്കെ വായിക്കുന്ന ദിവസമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന് കേൾവിക്ക് വേണ്ടി അവരൊരു ആഘോഷം തന്നെ അങ്ങ് വെച്ചു. അവരാഘോഷിച്ചതിനെയാണ് സിംചാട്ട് ടോറ അഥവാ ജോയ് ഓഫ് ദ ലോ എന്ന് പറയുന്നത്. അങ്ങനെ അവനവന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും മാറ്റങ്ങൾ വരുത്താനുമുള്ള ഒരു അവസരമായിട്ടാണ് ആ ദിവസത്തെ അവർ വിനിയോഗിച്ചത്. അതുകൂടാതെ യഹൂദന്മാർക്ക് വേറെ ചില ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ ആഘോഷങ്ങളെ കുറിച്ച് നാം തിരുവനന്തപുരത്തിൽ വായിക്കുന്നുണ്ട്. ഒരാഘോഷത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എസ്തേറിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൂരീം എന്ന് പറയുന്ന ഒരു ഉത്സവത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് കടന്നു വന്ന ഒരു ആഘോഷമാണ് ഹനൂക്ക എന്ന് പറയുന്ന ആഘോഷം. അപ്പൊ ഇങ്ങനെ ധാരാളം ഉത്സവങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായിരുന്നു. അവരതെല്ലാം കൃത്യമായി ആചരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ പൊതുവിൽ അവരുടെ ആഘോഷങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതിന്റെ വെളിച്ചത്തിൽ എന്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? അവരുടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ദൈവം അവർക്ക് നൽകിയ രക്ഷയുടെയും വിടുതലിന്റെയും ഓർമ്മയെ പുതുക്കുന്ന, അതിനെ പ്രഘോഷിക്കുന്ന, ആ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവൃത്തിയെക്കുറിച്ച് ആളുകളോട് പറയുന്ന ഒരു ആഘോഷമായിരുന്നു അവരുടെ ആഘോഷങ്ങൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദൈവം അവർക്ക് നൽകുന്ന പാപക്ഷമയെക്കുറിച്ച് അവർ ആഘോഷങ്ങളിലൂടെ പ്രസിദ്ധമാക്കിയിരുന്നു.
മഹാപാപപരിഹാര ബലിയുടെ ആ, ആഘോഷമൊക്കെ ആഘോഷിക്കുമ്പോൾ അതാണല്ലോ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ദൈവം അവർക്ക് നൽകുന്ന അതിശയകരമായിട്ടുള്ള സംരക്ഷണം, അത് അവരുടെ ആഘോഷങ്ങളുടെ ഒരു പ്രത്യേകതയായിരുന്നു എന്ന് നമുക്ക് കാണാം. ദൈവം അവരെ കരുണയോടുകൂടി പരിപാലിച്ചതിന്റെ ഓർമ്മ, അത് ഈ ആഘോഷങ്ങളുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. ഇങ്ങനെ ദൈവിക പ്രവൃത്തികളെ ദൈവജനത്തിന്റെ ഇടയിൽ, പ്രത്യേകിച്ചും അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കാനുള്ള മഹത്തായ സന്ദർഭങ്ങളായിരുന്നു അവരുടെ ആഘോഷവേളകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് നാം സമൂഹത്തിൽ കാണുന്ന പോലെയുള്ള ആഘോഷങ്ങളായിരുന്നില്ല യഹൂദന്മാരുടെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ആഘോഷിക്കാൻ വേണ്ടിയുള്ള ആഘോഷങ്ങളായിരുന്നില്ല. പിന്നെയോ ഈ ആഘോഷങ്ങൾക്കെല്ലാം വളരെ മൂല്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവര് ഈ ആഘോഷ ദിനങ്ങളിലെല്ലാം എന്ത് ചെയ്യും? അവര് ഓരോ ആഘോഷ ദിനങ്ങളിലും ദൈവസന്നിധിയിലേക്ക് ചെന്ന് പ്രത്യേകമായി ദൈവത്തെ അവർ ഓർമ്മിച്ചിരുന്നു. ദൈവത്തെക്കുറിച്ച് അവർ എപ്പോഴും ഓർമ്മിക്കുന്ന ആളുകളാണ്. എല്ലാ ദിവസവും അവർക്ക് യാഗങ്ങളുണ്ട്, രാവിലെയും വൈകുന്നേരവും ബലിയർപ്പണങ്ങളുണ്ട്. അപ്പോഴെല്ലാം അവർ ദൈവത്തെക്കുറിച്ച് ഓർക്കും. അതുപോലെ ദാവീദ് പറഞ്ഞ പോലെയാണെങ്കിൽ യാമങ്ങളിൽ അവർ ദൈവത്തെ ഓർക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ ഈ ആഘോഷവേളകൾ എന്ന് പറയുന്നത് അവർക്ക് ദൈവത്തെക്കുറിച്ച് പ്രത്യേകമായി ചിന്തിക്കാനുള്ള അവസരമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനത്തിന് ഭൗതികമായ തങ്ങളുടെ പ്രവൃത്തികൾക്ക് ഒരു അവധി കൊടുത്ത് ദൈവസന്നിധിയിൽ ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാനുള്ള അവസരമായിരുന്നു അവരുടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ പല ആഘോഷ ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ശബ്ദത്തിന്റെ അനുഭവമാണ് അന്നുണ്ടായിരുന്നത്. ഒരു ജോലിയും ചെയ്യുവാനായിട്ട് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവരുടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഒരു വിശ്രമത്തിന്റെയും അതേസമയം ദൈവാരാധനയുടെയും സമ്മേളനമായിരുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. അതുപോലെ ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാനുള്ള അവസരങ്ങളായിരുന്നു അവരുടെ ആഘോഷങ്ങൾ. ചില ആഘോഷങ്ങളിൽ അവർ ലോകത്തിന്റെ എവിടെയായിരുന്നാലും അല്ലെങ്കിൽ ദേശത്തിന്റെ എവിടെയായിരുന്നാലും അവർ പരമാവധി ഒന്നിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കാനും അവർ ഒന്നിച്ച് കുടുംബമായി സന്തോഷിക്കാനും അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളതും അവരുടെ ആഘോഷങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് തിരുവെഴുത്തിന്റെ വായനയ്ക്കും തിരുവെഴുത്തിന്റെ കേൾവിക്കും വളരെ പ്രാധാന്യമുണ്ടായിരുന്നു അവരുടെ ആഘോഷങ്ങളിൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത തന്നെയാണ്. ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ആഘോഷങ്ങളായിരുന്നു ഇസ്രായേൽ മക്കളുടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. അനുതാപത്തിനും മാനസാന്തരത്തിനും പ്രാധാന്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ജോയ് ഓഫ് ദ ലോ എന്ന് പറയുന്ന ആഘോഷം എന്ന് പറയുന്നത് അവർക്ക് ദൈവത്തിന്റെ വചനം അങ്ങനെ കണ്ടിന്യൂസ് ആയി വായിച്ചു കേൾക്കാനും അവരുടെ ജീവിതത്തെ പരിശോധിക്കാനുമുള്ള സമയമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, വിശുദ്ധിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. ആഘോഷ നാളുകൾ തുടങ്ങുന്നതിന് മുന്നമേ തന്നെ വീട്ടിലുള്ളതായിരിക്കുന്ന അശുദ്ധമായിട്ടുള്ളതായിരിക്കുന്ന വസ്തുക്കളെ പുറത്തു കൊണ്ടുപോകണമായിരുന്നു. അവരുടെ ജീവിതത്തെ അവർ വിശുദ്ധീകരിക്കണമായിരുന്നു. എന്ന് പറഞ്ഞാൽ അകമയും പുറമേയുമുള്ളതായിരിക്കുന്ന വിശുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആഘോഷങ്ങളായിരുന്നു അവരുടെ ആഘോഷങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇവരുടെ ആഘോഷങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവയിൽ ചില ആഘോഷങ്ങൾ യഹൂദേതര വിശ്വാസമുള്ള ആളുകൾക്ക് പങ്കെടുക്കുവാനായിട്ടുള്ള അനുവാദം ഇല്ലായിരുന്നു. യഹൂദന്മാർക്ക് മാത്രമാണ് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. ഈ ആഘോഷങ്ങളൊക്കെ ദൈവം കൽപ്പിച്ചു നൽകിയ ആഘോഷങ്ങളാണ്. ഈ ആഘോഷങ്ങൾ ക്രിസ്തുവിനെയും അവന്റെ ദൗത്യത്തെയും വിളിച്ചറിയിക്കുന്നവയായിരുന്നു. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ആഘോഷങ്ങൾക്ക് ഒരു പ്രൊഫറ്റിക്കൽ വാല്യൂ ഉണ്ടായിരുന്നു. അത് പലതും നിവൃത്തിയായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് ആ ആഘോഷങ്ങൾക്ക് അത്രത്തോളം പ്രസക്തി ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ അവരുടെ ആഘോഷങ്ങളെല്ലാം വരാൻ പോകുന്ന ചില സംഭവങ്ങളെയോ വരാൻ പോകുന്ന മശീഹയുടെ പ്രവൃത്തികളെയോ വിളിച്ചറിയിക്കുന്ന ആഘോഷങ്ങളായിരുന്നു എന്നാണ് അതിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് യഹൂദന്മാരുടെ ആഘോഷവും അവരുടെ പ്രത്യേകതകളും എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരട്ടെ. വിജാതീയ മതാചാരങ്ങളുമായും അവരുടെ വിവിധ വിശ്വാസങ്ങളുമായും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ആഘോഷങ്ങൾ വിശ്വാസികൾക്ക് നിഷിദ്ധമാണ് എന്നൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വിജാതീയ മതാചാരങ്ങളുമായും അവരുടെ വിവിധ വിശ്വാസങ്ങളുമായും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ആഘോഷങ്ങൾ വിശ്വാസികൾക്ക് നിഷിദ്ധമാണ്. നാം സാമൂഹിക ആഘോഷം എന്ന ലേബൽ നൽകി ആചരിക്കുന്ന പല ആഘോഷങ്ങളുടെയും പിന്നിൽ ഏതെങ്കിലും അന്ധവിശ്വാസമോ കെട്ടുകഥയോ ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള വിശ്വാസമോ ആചാരമോ ഒക്കെ ഉണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവയുടെ പ്രിപ്പറേഷൻ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം. അവ ആചരിക്കുന്നതിന് മുന്നമേ
ഇത് അനുഷ്ഠിക്കുന്നതായിട്ടുള്ളതായിരിക്കുന്ന ആള് ക്രൈസ്തവ ഇതരമായ ആഘോഷങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ യഹൂദ ഇതരവും ക്രൈസ്തവ ഇതരവുമായിട്ടുള്ള ആഘോഷങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അവരുടെ ആഘോഷങ്ങൾക്കും ഉള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരുടെ വിശ്വാസവും മതവുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്ന പല കാര്യങ്ങളും അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവയെ നമുക്ക് ഒരിക്കലും കൾച്ചറൽ ഫെസ്റ്റ് എന്നുള്ളതായിരിക്കുന്ന പേരിൽ നമുക്ക് വിളിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതൊരു കൾച്ചറൽ ഫെസ്റ്റിന്റെ മുഖം അവയ്ക്ക് നൽകുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ വ്യക്തമായ റിലീജിയസ് ഫെയ്ത്ത് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ആഘോഷങ്ങളെ വ്യക്തമായ റിലീജിയസ് ഫെയ്ത്ത് ഉള്ള അതിന്റെ എന്താ പറയുന്നത് സപ്പോർട്ടോട് കൂടിയ കൾച്ചറൽ ഫെസ്റ്റിവലിനെയും നാം ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന ഒരു ചിന്തയാണ് എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ട് ഉള്ളത്. പലപ്പോഴും ഊഹാപോഹങ്ങളുടെയും കെട്ടുകഥകളുടെയും മതവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ പിൻബലത്തോടു കൂടിയുള്ളതായിരിക്കുന്ന ആഘോഷങ്ങളിൽ വിശ്വാസികൾ പങ്കെടുക്കുന്നത് കൊണ്ട് ഒരു നന്മയും അതുകൊണ്ട് വരുവാനായിട്ടില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ, ചില കൾച്ചറൽ ഫെസ്റ്റിന്റെ പിന്നിൽ അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ളതായിരിക്കുന്ന എലമെന്റ്സ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അല്ലെങ്കിൽ ചില റിലീജിയസ് ഫെസ്റ്റിന് കാലങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് അതിന്റെ പിന്നിലുള്ളതായിരിക്കുന്ന റിലീജിയസ് എലമെന്റ് എന്താണെന്നുള്ളത് മറന്നിട്ട്, അല്ലെങ്കിൽ അത് അപ്രസക്തമായി തീർന്നിട്ട് അതൊരു കൾച്ചറൽ ഫെസ്റ്റ് ആയിട്ട് മാത്രം മാറുന്ന ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് അതിൽ തന്നെയും തെറ്റില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നാം ഏത് ആഘോഷങ്ങളിലാണ് പങ്കെടുക്കുന്നത് എന്നത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തമായിട്ടുള്ളതായിരിക്കുന്ന ബോധ്യം ഉണ്ടായിരിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത് എന്നത് നാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നാം പലപ്പോഴും അങ്ങനെ റിലീജിയസ് എലമെന്റ് ഉള്ളതായിരിക്കുന്ന, അല്ലെ റിലീജിയസ് ഫെയ്ത്ത് ഉള്ളതായിരിക്കുന്ന ഒരു ഫെസ്റ്റിനെ, അതിന്റെ റിലീജിയസ് ഫെയ്ത്തിനെ അവഗണിച്ചുകൊണ്ട് നാം അതിൽ പങ്കെടുത്താൽ, നാം അങ്ങനെയുള്ളതായിരിക്കുന്ന ആഘോഷങ്ങളിൽ പങ്കുചേർന്നാൽ നമ്മെ കാണുന്നവർക്ക് എന്ത് സാക്ഷ്യമായിരിക്കും നമ്മെ കുറിച്ച് കിട്ടുക? അതൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ അത്രത്തോളം ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഒക്ടോബർ മാസം 31 തീയതിയും ചില സ്ഥലങ്ങളിൽ നവംബർ മാസം 1 തീയതിയും ആചരിച്ചു വരുന്ന ഒരു ആഘോഷമാണ് ഹാലോവീൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യൂറോപ്പിലെ കൾട്ട് ഗ്രൂപ്പുകളാണ് ഇത് ആരംഭിച്ചത് എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. അവര് അത് ആഘോഷിക്കുന്നത് മരണത്തിന്റെ ദേവനായിരിക്കുന്ന സംഹായിൻ എന്ന് പറയുന്ന ദേവന്റെ ഒരു ആഘോഷമാണ്. ആ ദേവൻ ചെയ്യുന്നത് മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും കൂടി വിളിച്ചു വരുത്തിയിട്ട് പറയും, നിങ്ങൾ അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന ഒരു മൃഗത്തിൽ കയറി താമസിച്ചുകൊള്ളാനായിട്ട് പറയും. അങ്ങനെയാണ് അവര് ആ ആഘോഷം, അവര് ഫെസ്റ്റിവൽ ഓഫ് സംഹായിൻ എന്ന് പറയുന്ന ഒരു ആഘോഷമായിട്ട് തുടങ്ങി. അതാണ് പിന്നീട് ഹാലോവീൻ ആയിട്ട് മാറിയത്. എന്നാൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന പല ആളുകളും ഈ ആഘോഷത്തെ കാണുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, വൈകുന്നേരം ഒരു അരണ്ട വെളിച്ചത്തിൽ ഒത്തുകൂടി ഇരുന്ന് ആഘോഷിക്കുന്ന ഒരു ആഘോഷമായിട്ട് മാത്രമാണ് അതിനെ കാണുന്നത്. മറ്റാളുകൾ ചെയ്യുന്ന പോലെയുള്ളതായിരിക്കുന്ന റിലീജിയസ് എലമെന്റ് പല ആളുകളും അതിനകത്ത് കാണുന്നില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓട്ടം സീസൺ മാറി വിന്റർ സീസൺ തുടങ്ങുന്നതിന്റെ ആഘോഷമായി പരേതാത്മാക്കളെ എല്ലാം വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ സകല മരിച്ചവരുടെയും ഓർമ്മദിനം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി നടത്തുന്ന ഒരു ആഘോഷമായിട്ടാണ് ഈ അരണ്ട വെളിച്ചത്തിൽ അവർ ആഘോഷിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത്, എന്തിനാണ് ആഘോഷിക്കുന്നത്, എന്താണ് ഇതിന്റെ ആരംഭം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നാം അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലേക്ക് പോയി ചാടാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത തീർച്ചയായിട്ടും ഉണ്ട്. ഏത് ഉത്സവങ്ങളെയും ഏത് ആഘോഷങ്ങളെയും നമ്മൾ എടുത്തു നോക്കിയാലും അത് ഏത് സമൂഹത്തിന്റെ ഉത്സവമാണോ ആഘോഷമാണോ എന്നതിനെ ആശ്രയിച്ച് അവരുടെ ദൈവവിശ്വാസവുമായി ഒരു ബന്ധം അവയ്ക്കൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കൾച്ചറൽ ഫെസ്റ്റിന് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു റിലീജിയസ് ആയിട്ടുള്ളതായിരിക്കുന്ന എലമെന്റ്, അവരുടെ റിലീജിയസ് ഫെയ്ത്ത് അതിൽ അടങ്ങിയിട്ടില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സ്വാതന്ത്ര്യദിന ആഘോഷവും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വിസ് പ്രോഗ്രാം, അതുപോലെ മറ്റു പരിപാടികൾ ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിനകത്തൊന്നും അങ്ങനെ ഒരു മതപരമായിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതിനെയൊക്കെ നമുക്കൊരു കൾച്ചറൽ ഫെസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ട് അതിൽ നമുക്ക് പങ്കെടുക്കാനും അത് നമുക്ക് ആഘോഷിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതിനും യാതൊരു സംശയവും വേണ്ട. മതങ്ങളുടെ ഉത്സവങ്ങളെല്ലാം അവരുടെ ദൈവാരാധനയോടൊപ്പമാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ സദ്യകൾ പോലും നടത്തുന്നത് എന്ന് ഒന്ന് നിരീക്ഷിച്ചാൽ, ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പല കൾച്ചറൽ ഫെസ്റ്റിന്റെയും അങ്ങനെ തലനാരിഴ കീറി അതില് വിശ്വാസത്തിന്റെ അംശം ഇച്ചിരിയെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണമെന്നുള്ളതായിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഒരുപക്ഷെ
മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, പൗലോസ് പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങാടി വിൽക്കുന്നത് എന്തും ചോദ്യം ചെയ്യാതെ അങ്ങനെ വാങ്ങി കഴിച്ചോളാനായിട്ട് പറഞ്ഞു. എല്ലാം പോയി ചോദിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടായി. എന്ന് പറഞ്ഞതുപോലെ എല്ലാ കൾച്ചറൽ ഫെസ്റ്റിന്റെയും പിന്നിലുള്ളതായിരിക്കുന്ന റിലീജിയസ് എലമെന്റിനെ അങ്ങനെ തലനാരിഴ കീറി എല്ലാ ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി അതിനെ തലനാരിഴ കീറി പരിശോധിച്ച് ഇതിനകത്ത് ഇന്ന ഇന്ന ആശയങ്ങളുണ്ട്, അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് എന്ന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എങ്കിലും പ്രത്യക്ഷത്തിൽ ആളുകൾ അതിനെ ഒരു റിലീജിയസ് ഫെയ്ത്തിന്റെ ഭാഗമായിട്ടൂടെയാണ് കാണുന്നതെങ്കിൽ അങ്ങനെയുള്ള കൾച്ചറൽ ഫെസ്റ്റിനെ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നമ്മളുടെ സാക്ഷ്യത്തിന് നല്ലതെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കുന്ന ആഘോഷങ്ങളാക്കി മാറ്റാതെ അതിനകത്ത് എന്ത് പ്രയോജനമാണുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതിനകത്ത് നിന്ന് എന്ത് സ്പിരിച്വൽ വാല്യൂ ആണ് അതിനുള്ളത്, എന്ത് മോറൽ വാല്യൂ ആണ് അതിനുള്ളത്, എനിക്ക് അതിനകത്ത് നിന്ന് എന്താണ് പ്രയോജനം, എന്നോട് ചേർന്ന് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എനിക്ക് എന്ത് സന്ദേശം അതിൽ നിന്ന് നൽകുവാനായിട്ട് സാധിക്കും, അത് നമ്മൾ ചിന്തിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആഘോഷങ്ങളിൽ നാം പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഇത് നിമിത്തം നമ്മുടെ സാക്ഷ്യത്തിന് എന്ത് സംഭവിക്കുന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഒരു ക്രിസ്ത്യാനി എന്നുള്ളതായിരിക്കുന്ന നിലയിൽ നിങ്ങൾ ഈ ആഘോഷത്തിൽ പങ്കെടുത്താൽ നിങ്ങളുടെ സാക്ഷ്യം പോകുമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ പങ്കെടുക്കരുത്. ഇനി അതല്ല, സാക്ഷ്യത്തിന് വേറെ കോട്ടമൊന്നും സംഭവിക്കുകയില്ല, അതിന് അപകടമൊന്നും സംഭവിക്കുകയില്ല, ദൈവത്തിന്റെ നാമ മഹത്വം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ശരിയായ ഉറപ്പും ബോധ്യവും ഉണ്ടെങ്കിൽ പങ്കെടുക്കുന്നതിൽ തെറ്റുമില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ശരി, മൂന്നാമത് എനിക്ക് പറയാനായിട്ടുള്ളത്, ആഘോഷങ്ങൾ ആരെയാണ് മഹത്വപ്പെടുത്തുന്നത്? അതൊരു പ്രാധാന്യമുള്ളതായിരിക്കുന്ന ഒരു ചോദ്യമാണ്. ആഘോഷങ്ങൾ ആരെയാണ് മഹത്വപ്പെടുത്തുന്നത്? ഇസ്രായേലിന്റെ ഉത്സവങ്ങളും പെരുന്നാളുകളും എല്ലാം ദൈവത്തെ പ്രത്യേകമായി ആരാധിക്കുന്നതിന്, ദൈവത്തിന്റെ നന്മയെയും ദൈവം നൽകിയ വിടുതലിനെയും ഓർമ്മിക്കുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു. ദൈവമല്ലാതെ വേറെ ഒരു കേന്ദ്ര വ്യക്തിയും അവരുടെ ആഘോഷങ്ങൾക്കുണ്ടായിരുന്നില്ല. കാലം എത്ര കഴിഞ്ഞാൽ അതിന്റെ പ്രാധാന്യവും പ്രസക്തിയും നഷ്ടപ്പെടാത്ത ആഘോഷങ്ങളായിരുന്നു യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നത്. പെസഹ എടുത്തു നോക്കിക്കേ, ഏത് കാലത്ത് പെസഹ പെരുന്നാളിനെ എടുത്താലും അതിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ചിത്രം നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ഏത് ഉത്സവങ്ങളെ നമ്മൾ എടുത്തു നോക്കിയാൽ ഏത് കാലത്തും കർത്താവുമായി ബന്ധപ്പെട്ട ഒരു സത്യം അതിനകത്ത് ഗ്രഹിക്കാനായിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചില കൾച്ചറൽ ഫെസ്റ്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ അതിലെ റിലീജിയസ് എലമെന്റ്സ് മാറിപ്പോയി എന്ന് പറഞ്ഞതുപോലെ യഹൂദന്മാരുടെ ഒരു ഉത്സവത്തിനും അവരുടെ റിലീജിയസ് എലമെന്റ്സ് മാറിപ്പോവുകയോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ളതായിരിക്കുന്ന എന്തെങ്കിലും കടന്നുകൂടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഈ ആഘോഷങ്ങളൊക്കെ അവർക്ക് ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള, ദൈവത്തെ പ്രത്യേകമായി ആരാധിക്കുന്നതിനുള്ള ആഘോഷങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാം. ആ നിലയിൽ അത് ഒരു തെറ്റല്ല എന്ന് പറയാനായിട്ട് സാധിക്കും. ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ വെറും തമാശയ്ക്ക് വേണ്ടിയുള്ളതാകാതെ വെറുതെ ഒത്തുകൂടലിന് വേണ്ടിയുള്ളത് ആക്കി നമ്മൾ അതിനെ ഒരിക്കലും മാറ്റരുത് എന്നാണ് പറയാനായിട്ടുള്ളത്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന പല ആഘോഷങ്ങളെയും നമ്മൾ പരിശോധിച്ച് നോക്കിയേ, അതെല്ലാം വെറുതെ ആളുകൾക്ക് ഒന്നിച്ചു കൂടാനുള്ള ഒരു ആഘോഷം എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല അതിനകത്തെല്ലാം പല തിന്മകൾ ഉണ്ട് തന്നെ. അപ്പം നാം ആഘോഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ സ്പിരിച്വൽ വാല്യൂ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇസ്രായേലിനായാലും അവർക്ക് ദൈവാനുപ്രകാരമുള്ള ഒരു സ്പിരിച്വൽ വാല്യൂ ഉണ്ട്. അക്രൈസ്തവമായിട്ടുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ കാണുമെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസ സത്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്പിരിച്വൽ വാല്യൂ അവർക്കുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം വിശ്വാസിയെ അശുദ്ധമാക്കുന്ന, വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്ന, തെറ്റായ കാര്യങ്ങളിലേക്ക് നയിക്കുന്ന യാതൊരു വിധമായിട്ടുള്ള കാര്യവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് നമ്മൾ തിരിച്ചറിയണം. ആഘോഷങ്ങളുടെ തിന്മ എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന ദുഷ്ടതയും മ്ലേച്ഛതയുമാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കുന്ന സിംബലുകൾ, ചിത്രങ്ങൾ, രൂപങ്ങൾ അവ ഒക്കെ പ്രതിദാനം ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ ആഘോഷങ്ങൾ പ്രതിദാനം ചെയ്യുന്നത്? ഇതിന്റെ പിന്നിലെ മ്ലേച്ഛത, ഇതിന്റെ പിന്നിലെ ദുഷ്ടത, അതിന്റെ പിന്നിലുള്ളതായിരിക്കും തിന്മ, അത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യവുമാണ്. എന്നിട്ട് വേണം അവയെ ഒഴിവാക്കണമോ വേണ്ടയോ എന്ന് തിരിച്ചറിയാനായിട്ട്. വിജാതീയമായ ആഘോഷങ്ങളുടെ ഒക്കെ അവസാനം അധാർമികതയിലാണ് പലപ്പോഴും അവസാനിക്കുന്നത്. നമുക്കറിയാം, തിന്നാനും കുടിക്കാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തീറ്റയും കുടിയും എല്ലാം കഴിഞ്ഞാൽ പിന്നെ
അവിടെ പലവിധമായിട്ടുള്ള അധാർമികമായിട്ടുള്ളതായിരിക്കുന്ന പ്രവൃത്തികളായിരിക്കും നടക്കുന്നത്. അങ്ങനെയുള്ള ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് പറയാം. മോവാബിയരുടെ പല ആഘോഷങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നരബലി, ലൈംഗികത, അവയിലെല്ലാം ഊന്നൽ നൽകിയിട്ടുള്ളതായിരിക്കുന്ന ആഘോഷങ്ങളായിരുന്നു അവരുടെ. സംഖ്യാപുസ്തകം 25-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അത് കാണുന്നുണ്ട്. വിട്ടുവീഴ്ച ചെയ്ത് വിജാതീയ ആഘോഷങ്ങൾക്ക് പോയാൽ അവരുടെ പാപങ്ങളിൽ ഓഹരിക്കാരാകും എന്നുള്ള ഒരു പ്രയോജനം മാത്രമേ അതുകൊണ്ട് ലഭിക്കുകയുള്ളൂ. ഫെലിസ്തീനയുടെ ഉത്സവങ്ങളെയും ആഘോഷങ്ങളെ കുറിച്ച് നോക്കിയേ, അവയെല്ലാം അവരുടെ വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളായിരുന്നു. ന്യായാധിപന്മാർ പുസ്തകം 16-ാം അധ്യായം 23 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥമായ ആഘോഷങ്ങളെ കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവ വിശുദ്ധിക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ആഘോഷങ്ങളായിരുന്നു. അശുദ്ധിക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ലായിരുന്നു. 2-3 ദിവസം മുന്നമേ തന്നെ അവരെ തന്നെ വിശദീകരിക്കണമായിരുന്നു. ചില ആഴ്ചകൾക്ക് മുന്നമേ ജനം തങ്ങളെ തന്നെ വിശദീകരിക്കണമായിരുന്നു. അല്ലെങ്കിൽ ചില മാസത്തിന് അവരുടെ ആഘോഷങ്ങൾ തുടങ്ങുന്നതിന്റെ ആ മാസത്തിന് മുന്നമേ തന്നെ അവരെന്ത് ചെയ്യണം? അതിന്റെ പ്രിപ്പറേഷൻസ് നടത്തണമായിരുന്നു. എന്തിനു വേണ്ടിയാണ്? അവർക്ക് വിശുദ്ധിയുടെ ഒരു നിലവാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി. അപ്പോൾ ഇതാണ് അക്രൈസ്തവമായിട്ടുള്ളതായിരിക്കുന്ന ആചാരങ്ങളും യഹൂദന്മാരായിട്ടുള്ള ആളുകൾ സ്വീകരിച്ചു വന്ന ആചാരങ്ങളും തമ്മിലായിരിക്കും വ്യത്യാസം എന്ന് പറയുന്നത്. ഒന്ന് അശുദ്ധിയിൽ കേന്ദ്രീകൃതമാണ് എങ്കിൽ മറ്റൊന്ന് വിശുദ്ധിയിൽ കേന്ദ്രീകൃതമായിരുന്നു എന്ന് നമുക്ക് അറിയാം. ബാഹ്യമായിട്ടുള്ള വിശുദ്ധി മാത്രമല്ല, ആന്തരികമായിട്ടുള്ളതായിരിക്കുന്ന വിശുദ്ധിക്കും ഇസ്രായേൽ വളരെ പ്രാധാന്യം നൽകിയിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നാം പങ്കെടുക്കുന്ന ആഘോഷങ്ങളൊക്കെ ഇത് അങ്ങനെ മലിനത വരുത്തുന്ന ആഘോഷങ്ങളാണ് എങ്കിൽ, വിശ്വാസിയുടെ മനസ്സിനെയോ ചിന്തയെയോ അവന്റെ വികാരങ്ങളെയോ ഒക്കെ മലിനപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ അതിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ശരി, 4-മത് പറയാനായിട്ടുള്ളത്, 2 വിധ സമീപനങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ പുലർത്താനായിട്ട് സാധിക്കുന്നതാണ്. ആഘോഷങ്ങളോട് 2 വിധത്തിലുള്ളതായിരിക്കുന്ന സമീപനങ്ങൾ ഒരു വ്യക്തിക്ക് പുലർത്താനായിട്ട് സാധിക്കും. ഒന്ന്, അക്രൈസ്തവും വചനവിരുദ്ധവുമായ ഏത് ആഘോഷവും പരിപൂർണമായിട്ട് വർജിക്കുക, അത് വേണ്ടാന്ന് വയ്ക്കുക, അതിനോട് വേർപാട് പാലിക്കുക. ഒരുവിധ ആഘോഷങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കുകയില്ല എന്ന് തീരുമാനിച്ച് അവയെ എതിർത്ത് മാറി നിൽക്കാനായിട്ട് സാധിക്കും. അത് ഒരു നിലപാടാണ്. രണ്ടാമത് വേറൊരു നിലപാടുണ്ട്. അത് ഈ ആദ്യത്തെ നിലപാടിനെ എതിർക്കുന്ന ആളുകളാണ് പലപ്പോഴും ആ നിലപാട് മുറുകെ പിടിക്കുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർക്ക് സുവിശേഷത്തിന്റെ വാതിൽ തുറന്നിടുന്നതിന്റെ ഭാഗമായി അവരോട് ഐക്യദാർഢ്യം ആഘോഷങ്ങളിൽ നമ്മൾ കാണിക്കണം എന്നാണ് ഈ ആളുകൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടൊരു പാലം ഇട്ട് അവരിങ്ങോട്ടൊരു പാലം ഇട്ടാൽ നമുക്ക് അങ്ങോട്ടൊരു പാലം ഇടാം എന്ന് പറഞ്ഞാൽ അവരുടെ ആഘോഷങ്ങളിലേക്ക് നമുക്ക് പോകാം, എന്നിട്ട് അവരെ നമുക്ക് നമ്മുടെ ആഘോഷങ്ങളിലേക്ക് നമുക്ക് വിളിക്കുകയും ചെയ്യും. ഇതാണല്ലോ മോവാബിയർ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്, അല്ലേ? ബെന്യാമിന്റെ ഉപദേശം അതാണല്ലോ. ബെന്യാമിൻ എന്താ ഉപദേശിച്ചത്? അങ്ങനെ സുന്ദരികളായിട്ടുള്ള കുറെ പെണ്ണുങ്ങളെയൊക്കെ ഇറക്കി, സ്ത്രീകളെ ഇറക്കി അവരുടെ അതിർപ്രദേശത്തുള്ളതായിരിക്കുന്ന ദേശത്ത് ഒരു ആഘോഷമൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോയി. അതിനെക്കുറിച്ച് വായിക്കുന്ന എത്ര ആളുകളാണ് അവരെ കൊല്ലപ്പെട്ടത് എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നിലപാടുള്ളതായിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവർ പറയുന്നത് അങ്ങനെയുള്ള ആഘോഷങ്ങളിൽ നടത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ട്രാക്ട് കൊടുക്കാം, ബുക്സ് ഡിസ്പ്ലേ ചെയ്യാം, സെയിൽ നടത്താം, സുവിശേഷം പറയാം, മൈക്ക് കെട്ടി പ്രസംഗിക്കാം എന്നൊക്കെയാണ് ഈ ആളുകൾ പറയുന്നത്. പക്ഷെ ഒരു ചോദ്യം ഇതിന്റെ മറുപക്ഷത്തുള്ളതായിരിക്കുന്ന ആളുകൾ ചോദിക്കും. ആ ചോദ്യം ഇതാണ്: നിങ്ങൾ അവരുടെ ആഘോഷങ്ങളോട് സമരസപ്പെട്ടത് കൊണ്ട് എത്ര ആളുകൾ ഇത്ര നാളുകൾ കൊണ്ട് സത്യം അറിഞ്ഞിട്ടുണ്ട്? വിജാതീയമായ അക്രൈസ്തവമായ ഒരു ആഘോഷത്തിലേക്ക് ഇടിച്ചു കയറി ചെന്നിട്ട് നിങ്ങൾ എത്ര പേരോട് സുവിശേഷം പറഞ്ഞിട്ട് എത്ര ആളുകൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്? നിങ്ങളുടെ വീട്ടിലൊരു ആഘോഷം ആ നിലയിൽ നടത്തിയിട്ട് നിങ്ങൾ എന്ത് സാക്ഷ്യമാണ് നിങ്ങൾ ആളുകളോട് പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെയുള്ള ആഘോഷവേളകളിൽ നമ്മുടെ വീടുകളിൽ നടത്തുന്ന ആഘോഷങ്ങളിൽ ദൈവവചനത്തിന്റെ പ്രാധാന്യം നമ്മൾ എത്രമാത്രം കൊടുക്കുന്നുണ്ട്? സുവിശേഷം നമ്മൾ അതൊന്നും മൊത്തം പറയുന്നുണ്ട്. അപ്പൊ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, പൗലോസ് അപ്പോസ്തലനും മറ്റു ആളുകളും എന്തുകൊണ്ടാണ് അവർ ചെന്ന വിജാതീയമായിട്ടുള്ള ദേശങ്ങളിലെ ഉത്സവങ്ങളിൽ അവർ പങ്കെടുക്കാതിരുന്നത്? വിജാതീയ ദേവന്മാരെ പ്രതിഷ്ഠിച്ചിരുന്ന സ്ഥലങ്ങൾ പോയി കണ്ടിട്ടുണ്ട്, പക്ഷെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുത്തതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. അതൊരു മാർഗമായിരുന്നുവെങ്കിൽ, അത് സുവിശേഷം അറിയിക്കാനുള്ള മാർഗമായിരുന്നുവെങ്കിൽ, അത് ഈ പറയുന്ന പോലെ വാതിൽ തുറക്കാനുള്ളതായിരിക്കുന്ന മാർഗമായിരുന്നുവെങ്കിൽ അപ്പോസ്തലന്മാർ അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു ചോദ്യം ചില ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ ആളുകൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നത്, ഇതാണോ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ബൈബിൾ പഠിപ്പിക്കുന്ന മാർഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത്? തല്ലുകൊണ്ടും അതുപോലെ കഷ്ടം സഹിച്ചും എതിർപ്പുകൾ സഹിച്ച് സുവിശേഷം അറിയിക്കേണ്ടതിന് പകരം അത് മറ്റുള്ള ആളുകളുടെ വിശ്വാസങ്ങളോട് സമരസപ്പെട്ടുകൊണ്ട് അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേർന്നിട്ട് നിങ്ങൾക്ക് എന്ത് സാക്ഷ്യമാണ് പുലർത്തുവാനായിട്ട് ഉള്ളത്? അതൊരു ചോദ്യമാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള വിഷയവുമാണ്. അപ്പൊ ഈ നിലപാട് കൈക്കൊണ്ടത് കൊണ്ട് ചുറ്റുമുള്ള ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? ഇന്ന് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളുള്ള ആളുകൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ആളുകൾക്ക് മനസ്സിലാവുന്നത്. എന്താ അറിയാവുന്നത്? ഇവരും അവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും
ഇല്ല, ഇനി അടുത്ത ആഘോഷത്തിന് നമുക്ക് ഒന്നിച്ച് കാണാം, ബൈ ബൈ, അല്ലേ? നമ്മളും അവർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ പള്ളിയിൽ പോകുന്നു, ഇവരേതോ കെട്ടിടത്തിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നു, അത്രയേ ഉള്ളൂ. ആഘോഷമല്ല ഒരുപോലെ. അതാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ക്രിസ്തീയമായിട്ടുള്ളതായിരിക്കുന്ന ഒരു സന്ദേശം ഈ ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതായിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് രണ്ട് നിലപാട് സ്വീകരിക്കാം. ഒന്നെങ്കിൽ വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ ഇതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അത് ഏത് വേണമെന്നുള്ളത് ഞാൻ പറയും ദൈവാനുപ്രകാരമുള്ളതായിരിക്കുന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും അത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അഞ്ചാമത് അവസാനമായിട്ട് ഈ വിഷയത്തിൽ എനിക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്, നാം ആഘോഷങ്ങൾ ഇല്ലാത്ത ആളുകളല്ല. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിച്ചു കാണും, നമ്മളെ പോലെ മുരടന്മാരായ ആളുകൾ, യാതൊരു വിധമായിട്ടുള്ള ആഘോഷവും ഇല്ലാത്ത, യാതൊരു വിധമായിട്ടുള്ള സന്തോഷവും ഇല്ലാത്ത, എല്ലാ സന്തോഷത്തെയും എല്ലാ ആഘോഷത്തെയും ഹനിച്ചു കളയുന്ന അങ്ങനെ പിന്തിരിപ്പന്മാരായ ആളുകളാണല്ലോ നാം എന്ന് ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് ചിന്തിക്കാനുള്ളതായിരിക്കാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ചില ആളുകളെങ്കിലും ഒക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, നമുക്കല്ലേ വാസ്തവത്തിൽ ശരിയായിട്ടുള്ള ആഘോഷം ഉള്ളത്? ശരിയായ ആഘോഷങ്ങൾ നടത്താൻ പ്രാപ്തരായ ആളുകളും നമ്മൾ തന്നെയല്ലേ? നമ്മളെപ്പോലെ ശരിയായിട്ടുള്ള ആഘോഷം നടത്താനായിട്ട് അതിന്റെ അർത്ഥവും പ്രാധാന്യവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല ആഘോഷം നടത്തുവാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. ഉത്സവങ്ങൾ ഇല്ല എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഉത്സവം ആചരിക്കണമെന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ ശ്രദ്ധിക്കേണ്ടത്? പഴയ പുളിമാവ് കൊണ്ടല്ല, നിങ്ങളെ നശിപ്പിക്കുന്ന കാര്യങ്ങളെ കൊണ്ടല്ല, നിങ്ങൾ വിട്ടുപോകുന്ന കാര്യങ്ങളെ കൊണ്ടല്ല, നിങ്ങൾ വാരിക്കോരി ദൂരെ കളഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടല്ല, നിങ്ങളെ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ കൊണ്ടല്ല, നിങ്ങളെ ദുഷിപ്പിക്കുന്ന കാര്യങ്ങളെ കൊണ്ടല്ല, പിന്നെയോ സ്വച്ഛതയും സത്യവുമായ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന, ദൈവാരാധനയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് വേണം നാം ഉത്സവം ആചരിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അതല്ലേ നല്ല ഉത്സവം, അല്ലേ? വേർപെട്ട വിശ്വാസികൾ ഒരുമിച്ചുള്ള ആഘോഷമാണ് ശരിയായിട്ടുള്ള ആഘോഷം എന്നാണ്. നമ്മൾ ഒറ്റപ്പെട്ടവരൊന്നും അല്ല കേട്ടോ, നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കി, 5-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തിപ്പോയി. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു. ആ വാക്യങ്ങളൊക്കെ വായിക്കുക, എന്തൊക്കെ വൈരുദ്ധ്യങ്ങൾ അതിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇവിടെ പറയുന്ന ആരും അവരോട് ചേരാനായിട്ട് തുനിഞ്ഞില്ല. എല്ലാവരും മാറി നിന്നതേ ഉള്ളൂ. അയ്യോ, ഇവന്മാരോട് കൂടിയേക്കരുത്, അവര് നമ്മുടെ കൂടെ കൂടുന്ന ആളുകളല്ല, നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളല്ല, നമ്മളെ പോലെ ഉത്സവങ്ങളുള്ളായിരിക്കുന്ന ആളുകളല്ല, അവരുടെ കൂടെ കൂടിയേക്കരുതേ, അവരെ നമ്മളോട് അടുപ്പിച്ചേക്കരുതേ എന്ന് പറഞ്ഞു. അതാണ് അവർ പറഞ്ഞത്. ജനമോ അവരോട് ചേരുവാനായിട്ട് തുനിഞ്ഞില്ല. പക്ഷെ എന്ത് ചെയ്തു? ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. എന്താ അതിന്റെ കാരണം? അവരുടെ സ്നേഹവും അവരുടെ ഐക്യതയും അവരുടെ ജീവിതവും അവരുടെ വിശുദ്ധിയും അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ബോധ്യവും അവരുടെ ഉപദേശവും അവരുടെ വേർപാടും കണ്ടു കഴിയുമ്പോൾ അവർ പറഞ്ഞു, ഇതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞു. ജനം അവരെ പുകഴ്ത്തി എന്നാണ്. എടാ, ഇവന്മാര് നമ്മളെപ്പോലെ അല്ല, അവരുടെ ജീവിതത്തിന് ചില വ്യത്യാസമുണ്ട്. അവര് പറഞ്ഞിട്ട് വേറൊന്നും പ്രവർത്തിക്കുന്ന ആളുകളല്ല, അവര് പറഞ്ഞാൽ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ സമൂഹത്തിലുള്ളതായിരിക്കുന്ന ആളുകൾക്ക് ഉത്സവമുണ്ട്, അവർക്ക് സന്തോഷമുണ്ട്, അവർക്ക് ആനന്ദമുണ്ട്, അവർക്ക് കൂടിവരവുകളുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതാണ് അവർ ജനമോ അവരെ പുകഴ്ത്തി പോകുന്നതാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞപ്പോ മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ വിശ്വസിച്ച് വരുന്ന ആചരിച്ചു വരുന്ന കാര്യങ്ങളൊന്നും അല്ല യാഥാർത്ഥ്യം, പിന്നെയോ അവർ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് സത്യമെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്തു? ഈ കാര്യങ്ങളെല്ലാം വിട്ടുവീഴ്ച ആളുകൾ അവരോട് ചേരുവാനായിട്ട് തയ്യാറായെന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു, ഈ കാലഘട്ടങ്ങളിൽ ദൈവമക്കൾക്ക് വന്നുപോയ ഒരു വീഴ്ച എന്ന് പറയുന്നത് അവരുടെ വേർപാടിന്റെ അഭാവമാണ്. പല കാര്യങ്ങളിലും നമ്മൾ അല്പസ്വല്പം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് കുറച്ചൊക്കെ പൊരുത്തപ്പെടാനുള്ളതായിരിക്കുന്ന ശ്രമങ്ങൾ പല മേഖലകളിൽ നടത്തിയതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പൊതു സമൂഹത്തിൽ നമുക്കുള്ളതായിരിക്കുന്ന വേർപാടിന്റെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു, അതിന് പല കോട്ടവും സംഭവിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ വരുന്നത് വളരെ കുറവാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആഘോഷം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു യഹൂദനോട് ചോദിച്ചാൽ അവരെന്ത് പറയുന്നറിയാം? എന്താണ് നിങ്ങളുടെ ആഘോഷം എന്ന് ചോദിച്ചാൽ അവർ പറയും അപ്പോയിന്റ്മെന്റ് വിത്ത് ഗോഡ് എന്നാണ് അവരെന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു പുസ്തകം വായിച്ചു അങ്ങനെയാണ്. ഒരു യഹൂദനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ആഘോഷം, എന്താണ് നിങ്ങളുടെ ആഘോഷത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവർ പറയും അപ്പോയിന്റ്മെന്റ് വിത്ത് ഗോഡ്. പ്രിയമുള്ളവർ, നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കുമോ? വെറുതെ നാടൻ ഭാഷയിൽ മേളാങ്കിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാൻ വേണ്ടി ഉള്ള ആഘോഷങ്ങളല്ല.
പിന്നെ ഞങ്ങളുടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് അതൊരു അപ്പോയിന്റ്മെന്റ് വിത്ത് ഗോഡാണ്. ദൈവത്തോടൊപ്പം ഇരിക്കുവാനും ദൈവത്തോട് ചേരുവാനുള്ളതായിരിക്കുന്ന, ദൈവത്തോട് അടുത്ത് നിൽക്കുവാനുള്ള, ദൈവത്തിന്റെ സ്വഭാവത്തെ അറിഞ്ഞതിന്റെ ആഘോഷം ആണ് ഞങ്ങളുടെ ആഘോഷം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതൊക്കെ കൂടാതെ യഹൂദന്മാർ ആഘോഷിച്ചില്ലേ? യുദ്ധങ്ങൾ ജയിച്ചപ്പോൾ അവർ ആഘോഷിച്ചില്ലേ? ആഘോഷിച്ചല്ലോ. ചെങ്കടലിൽ കിടന്നപ്പോൾ അവര് ഡാൻസ് ചെയ്ത് അവർ ആഘോഷിച്ചില്ലേ? ആഘോഷിച്ചല്ലോ. ജീവിതത്തിന്റെ വിവിധ നാഴികക്കല്ലുകളെ ആയ ദിവസങ്ങളിലെല്ലാം അവർ ദൈവത്തെക്കുറിച്ച് ഓർക്കുകയും അവർ ആഘോഷിക്കുകയും ചെയ്തില്ലേ? അവരാഘോഷിച്ചല്ലോ. നമ്മുടെ ജീവിതങ്ങളിലും ചില നാഴികക്കല്ലുകളുണ്ട്. ആ ദിവസങ്ങളിൽ നമ്മൾ ആഘോഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റും അതിനകത്ത് നമുക്ക് പറയുവാനായിട്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പമുള്ള ഒന്നിച്ചുകൂടലാണ്. അതായിരിക്കണം യഥാർത്ഥമായ ആഘോഷം. ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ളതായിരിക്കുന്ന ആഘോഷങ്ങൾ ഒന്നും ശരിയല്ല. സത്യദൈവത്തെ, ബൈബിളിലെ ദൈവത്തെ, തന്നെത്താൻ വെളിപ്പെടുത്തിയ ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ളതായിരിക്കുന്ന ഒരു ആഘോഷവും ശരിയല്ല എന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധിയോടും ദൈവവചനപ്രകാരവുമുള്ള ദൈവമക്കളുടെ ഏത് ഒത്തുചേരലും സന്തോഷത്തിന്റെയും ദൈവസ്തുതിയുടെയും ആത്മീക അഭിവൃദ്ധിയുടെയും ശരിയായ കൂട്ടായ്മയുടെ ഉത്സവമായിട്ട് മാറേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വചനപഠന സമ്മേളനങ്ങൾ അതൊരാഘോഷമായിരിക്കും. നമ്മുടെ സഭായോഗങ്ങൾ അതൊരാഘോഷമായിരിക്കണം. മറ്റുള്ള ആളുകൾ മാറി നിന്നിട്ട് പറയും, അയ്യോ അവരുടെ അടുക്കലേക്ക് പോകരുത്, പക്ഷേ അവർ ചെയ്യുന്നത് ശരിയാണ്, അവരുടെ ജീവിതം കണ്ടോ, അവരുടെ ആഘോഷം കണ്ടോ, അവരുടെ കൂട്ടായ്മ കണ്ടോ എന്ന് നമ്മളെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും അല്ലെ? ഇസ്രായേൽ മക്കൾ ഒരിക്കലും യുദ്ധത്തിന് പോയതിനെ കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അവരെ വിജയിച്ച ഒരു യുദ്ധമായിരുന്നു, പക്ഷെ അവർക്ക് അതെല്ലാം പരാജയമായിട്ടാണ് തീർന്നത്. പിന്നിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവരെല്ലാം പരാജയപ്പെട്ടവരെ പോലെ, വിജയിച്ചു വന്ന ആളുകളാണ്, അവർ പരാജയപ്പെട്ടവരെ തല മൂടിക്കൊണ്ട് പട്ടണത്തിലേക്ക് കയറിപ്പോയി എന്ന് പഴയ നേരത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഈ സമയത്തിന് പോകുന്നതൊക്കെ ഇതുപോലെയല്ല. അയ്യോ ആരെങ്കിലും കാണുന്നുണ്ടോ, ഞാൻ ആഘോഷത്തിന് പോകാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ മോശമല്ലേ, ബൈബിളും കൊണ്ട് പോകുന്നത് കണ്ടാൽ മോശമല്ലേ, എന്റെ ദൈവത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് ഉറക്കെ പറയുന്നത് കേട്ടാൽ അല്ലേ, അയൽവക്കംകാർ കേട്ടാൽ, നാട്ടുകാർ കേട്ടാൽ അത് മോശമല്ലേ എന്ന് കരുതിയല്ലേ നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ ഇത് ഞങ്ങളുടെ ആഘോഷമാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമാണ്, ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പ്രകീർത്തിക്കുവാനുള്ളൊരു ദിവസമാണിത്, ദൈവസ്തുതിയുടെ ദിവസമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. അതല്ലേ ശരിയായിട്ടുള്ള ആഘോഷം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഈ കൂടിയിരിക്കുന്നതോ ഒരു ആഘോഷത്തിന്റെ വേളയല്ലേ, സന്തോഷിക്കേണ്ട ഒരു വേളയല്ലേ എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് ചോദിക്കുവാനായിട്ട് ഉള്ളത്. നമ്മുടെ ആഘോഷങ്ങളുടെ സന്ദേശം എന്താണ്? ദൈവം ആരാണ് എന്ന് നമ്മുടെ ആഘോഷങ്ങൾ കണ്ടാൽ പറയാനായിട്ട് സാധിക്കുമോ? ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമ്മുടെ ആഘോഷങ്ങൾ കണ്ടാൽ പറയാനായിട്ട് സാധിക്കുമോ? അതൊരു പ്രാധാന്യമുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ ആഘോഷത്തിന് പിന്നിലെ വിശ്വാസം എന്താണ്? പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമത്തിൽ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആഘോഷങ്ങളുടെ പിന്നിൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ചൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ദൈവം വെളിപ്പെടുത്തി നൽകിയ ദൈവത്തിന്റെ വചനത്തിലുള്ളതായിരിക്കുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ആഘോഷം ഞങ്ങൾ ആഘോഷിക്കുന്നത്, ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാത്തത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? നമ്മുടെ ആഘോഷത്തിന്റെ ഉറവിടം എന്താണ്? എവിടുന്നാണ് ഇത് ആരംഭിച്ചത്? ആരാണ് ഇത് ആരംഭിച്ചത്? എന്തിനാണ് ഇത് ആരംഭിച്ചത്? നമ്മൾ ചിന്തിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളാണ് ഇതെല്ലാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം.